നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾ ഈ വീട്ടിലേക്ക് വരുന്നത് വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വന്ന് കേറിയപ്പോ മുതല് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങി. എല്ലാത്തിനും കാരണം മഹിയ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും ഇപ്പൊ കല്യാണം കഴിച്ച് കൂടെ നിർത്തിയതും എല്ലാം മഹിയല്ലേ. ഇനി അങ്ങനെ എളുപ്പം ഗംഗയെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെക്കാൾ എല്ലാം കൂടുതൽ അവകാശം ഇപ്പൊ ഗംഗയ്ക്ക് ഈ വീട്ടിലുണ്ട്. അത് മറക്കണ്ട. ഓരോന്ന് ചെയ്യുമ്പം അതോ ഓർമ്മ വേണം. ഇവക്കിപ്പോഴേ ആ ഗംഗയോടാ ചായ്വ്. അത് ശരിയാ, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മയുടെ അല്ലേ മോള്. ഗംഗ കൈലാസത്തിന്റെ മരുമോളായപ്പോ ഗംഗയെ സുഖിപ്പിച്ച് നിന്നാലേ പ്രയോജനമുള്ളൂന്ന് ഇവക്ക് തോന്നിക്കാണും. അതെന്തെങ്കിലും ആവട്ടെ, അമ്മ അവള് പറഞ്ഞത് കേട്ടോ. ഗംഗയുടെ ശരീരത്ത് ബാധ കയറിയതുപോലെയാ അവള് ആ ഗുണ്ടകളെ തല്ലിയതെന്ന്. അതെ, അങ്ങനെയായ അത് ഗൗരി തന്നെയാ. അതെ, അപ്പോ ഗൗരി ഗംഗയെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇനി ഗംഗയെ നന്നായി സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, അത് ഉറപ്പാ. അതെ, ആ പ്രേതം ഗംഗയ്ക്ക് വേണ്ടി നമ്മളെ കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കുന്നത് വരെ ഗംഗയുടെ മേൽ നല്ല ശ്രദ്ധ വേണം. ഏത് ഗൗരിയുടെ സഹായം ഉണ്ടായാലും ഗംഗയെ ഞാൻ ഈ കൈലാസത്തേന്ന് ഓടിച്ചു പുറത്താക്കിയിരിക്കും. അങ്ങനെ എന്റെ സ്ഥാനത്ത് അവള് കഴിയണ്ട. അതിനീ ശ്രേയ സമ്മതിക്കില്ല. എന്റെ മകളെ കൊന്നവനാ മഹി. കോടതിയുടെ മുന്നിൽ പണത്തിന്റെ ബലം കൊണ്ട് അവൻ നിരപരാധിയായിരിക്കാം. പക്ഷെ എന്റെ മുന്നിൽ അവൻ എന്നും ഗൗരിയുടെ കൊലപാതകി മാത്രമാണ്. ആ മഹി എന്റെ പേരക്കുട്ടിയെ വളർത്തിയ പതിയെ മാളും അവളുടെ അമ്മയും മറക്കും. അത് പറ്റില്ല. എന്റെ ഗൗരിയുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവണമെങ്കിൽ മാളു ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. നിങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോടതിയുടെ മുന്നിൽ ഫീലിംഗ്സുകൾക്കല്ല, തെളിവുകൾക്കാണ് പ്രാധാന്യം. മഹിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അത് നമുക്ക് എളുപ്പത്തിൽ സ്ഥാപിച്ചെടുക്കാം. അതിന് മാളുവിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടായ നമ്മൾ വിജയിച്ചു. മഹിയ ഗംഗയെ കല്യാണം കഴിച്ചതാ തിരിച്ചടിയായത്. അവൾക്ക് മാളുവിനോടും മാളുവിന് അവളോടും വലിയ കാര്യമാണ്. എത്ര കാര്യമാണെന്ന് പറഞ്ഞാലും രണ്ടാനമ്മ അല്ലാതാവില്ലല്ലോ. അതെ, നാളെ അവൾക്ക് സ്വന്തമായ ഒരു കുഞ്ഞുണ്ടാവുന്നവരെ മാത്രമേ മാളുവിനോട് അവൾക്ക് ഈ സ്നേഹവും വാത്സല്യവും ഒക്കെ കാണൂ. അത് കഴിഞ്ഞ മാളു അവളുടെ വേലക്കാരിയാവും. അത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. അതിനേത് വഴിയിലൂടെയും മാളുവിനെ നേടിയെടുത്തേ മതിയാവും. അതെ, വക്കീല് കൂടി ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നാ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യം മാളുവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ശരി വക്കീലെ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.